ഒരു സ്ഥലത്ത് ഒരു ഉമ്മ ഉണ്ടായിരുന്നു, 73 വയസ്സായ ഉമ്മ. ആ ഉമ്മൻ്റെ മകനും ഒരാളും കൂടി ചാലിയത്ത് വന്നു. എന്നിട്ട് പറഞ്ഞ്, എൻ്റെ ഉമ്മ വല്ലാത്ത വിഷമത്തിലാണ്, ഉമ്മാക്ക് കിഡ്നി രണ്ടും നഷ്ടപ്പെട്ടു പോയിന്, അതുകൊണ്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ബേബിയിൽ നിന്നാണെന്ന് പറഞ്ഞ്. അപ്പോൾ 2 കൊല്ലമായിക്കണ് തുടങ്ങിയിട്ട്. ഇപ്പോൾ കൈയൊന്നും പൊക്കാൻ വയ്യ, കിടക്കുകയാണ്. ഇന്നെ നീ ചെയ്യണ്ട, ഞാൻ മരിച്ചു പോയിക്കോട്ടെ എന്ന് പറയണം. വേദനയാണ് കൈ. അതുകൊണ്ട് അതിനെന്തെങ്കിലും ഒരു പരിഹാരം എന്നുള്ളവർക്ക് നിങ്ങൾ വന്നിട്ട് ഒരു കുത്തുബിയത്ത് നടത്തുക. കുത്തുബിയത്ത് പറഞ്ഞാൽ ഖുതുബുൽ അഖ്താബ് തങ്ങളുടെ പേരിലുള്ള ഒരു മജ്‌ലിസാണ്. അതുകൊണ്ടാണ് കുത്തുബിയത്ത് അറിയാം. ചിലർ കുത്തുബെയ്ത്ത് അറിയും, അത് നരക്കടില്ല. കുത്തുബിനെ പറ്റിയുള്ള ബെയ്ത്തുമാണത്, പാട്ടുമാണ്. ചിലർ കുത്തുബെയ്ത്ത് എന്നറിയും, അങ്ങനെയും പറ്റും. അതാണ് പഴയ കാലത്ത് ആ ബെയ്ത്ത് ചൊല്ലിയിട്ട് കത്തിയെടുത്തിട്ട് നെഞ്ചിലൊക്കെ കുത്തുകയും, അതൊക്കെ കറാമത്ത് പ്രകടനമാണ്. അപ്പം അങ്ങനെ കുത്തുബിയത്ത് എല്ലാം വേണ്ടി എന്നോട് പറഞ്ഞു. ഞാൻ കുറേ മടി പറഞ്ഞെങ്കിലും അവർ ആ മകൻ പിന്നെ വല്ലാതെ സങ്കടപ്പെട്ടപ്പോൾ ഞങ്ങൾ പോയി. ആ ഉമ്മക്ക് ഡയാലിസിസ് ചെയ്യണമെങ്കിൽ 2 കൊല്ലമാണ്. ഒരാഴ്ചയിൽ 2 ചെയ്യണം, അല്ലെങ്കിൽ നിർബന്ധമായി 1 ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ശരീരത്തിൽ മൂത്രമൊന്നുമില്ല, ആ മൂത്രമൊക്കെ ശരീരത്തിൽ കണ്ട് കയറിയിട്ട് നീര് കെട്ടി ആൾക്ക് ശ്വാസം തന്നെ കിട്ടൂല. അങ്ങനെ കുത്തുബിയത്ത് ചൊല്ലി കഴിഞ്ഞ് പോന്നതാ, പിന്നെ ഡയാലിസിസ് ചെയ്തിട്ടില്ല. ഇതാണ് ജീലാനി പാപ്പന്റെ മതം. ചെയ്തില്ല. എത്ര കൊല്ലം? 2 കൊല്ലം ചെയ്തില്ല. 73 വയസ്സാണ്. 75 വയസ്സ് വരെ പിന്നെയും ജീവിച്ചു. 2 കൊല്ലം ഡയാലിസിസ് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഉമ്മ കയ്യിൻ്റെ രോഗമൊക്കെ മാറി എഴുന്നേറ്റ് കുടുംബത്തിന്റെ നേതൃത്വ രംഗത്തേക്ക് ആദ്യത്തെ പോലെ വന്ന് എല്ലാം ചെയ്യലും ഒക്കെ തുടങ്ങി. അങ്ങനെ പിന്നെ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും പിന്നെയും മൂത്രം സ്റ്റക്കായി. അവര് ബേബിയിൽ കൊണ്ടുവന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയപ്പോൾ പറഞ്ഞതെന്താ, ബേബി എന്ന് പറഞ്ഞെന്താ അറിയോ, കിഡ്നിക്ക് കംപ്ലൈന്റ് ഉണ്ട്. 2 കൊല്ലം മുമ്പ് കിഡ്നി പാടെ നശിച്ച ഉമ്മയെ പറ്റി പോലും അങ്ങനെ പറയുന്നത്. ഇപ്പോൾ കംപ്ലൈന്റ് ഉള്ളൂ. അങ്ങനെ വീണ്ടും അവർ ചികിത്സിച്ച് മൂത്രമൊക്കെ റെഡിയായി വീട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും മൂത്രം സ്റ്റക്കായി. അവർ ചാലിയത്ത് വന്ന് ഒരു കുത്തുബിത്തും കൂടി ചൊല്ലിത്തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എനിക്കാവില്ല ചൊല്ലിത്തരാൻ. ജീലാനി പാപ്പനെ മരിച്ചു പോയതാണ്, നിങ്ങൾ നമുക്ക് മരിച്ചേണ്ട ചോദിച്ചാ. ജീലാനി തങ്ങൾ തന്നെ മരിച്ചു പോയിന്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മരിക്കണ്ട, ഇതിങ്ങനെ ജീലാനി തങ്ങളോട് ഉമ്മാൻ്റെ കാര്യം ഇങ്ങനെ പറയുന്നുണ്ടാവില്ല. അപ്പോൾ അവർ കുറേ നിർബന്ധിച്ച്, എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനം വരെ ഡേറ്റൊക്കെ അപ്പോൾ തരാറുണ്ട്. ആ 3-ാമത്തെ ദിവസം ഉമ്മ മരിച്ചുപോയി. അതാ പറഞ്ഞു. അപ്പം ഞാൻ പറയുന്ന കുത്തുബിയത്തിൻ്റെ ജീലാനി പാപ്പനെ വിളിച്ചാൽ ആ മജ്‌ലിസിൽ നിന്ന് കിഡ്നിയും ശരിയാവും, ഒക്കെ ശരിയാവും. സ്വന്തം ചെയ്ത് നോക്കണം. ഇൻ്റെ അടുത്ത് കുത്തുബിയത്ത് കയറേണ്ട ഞാൻ വരില്ല കേട്ടോ. ഇതന്നെ ഇപ്പം ഇന്നെ കൗത്തിലിട്ടിട്ട് നീ എന്തോ ഒരു അടങ്ങാറാ. സലീം മൊയ്ലിയാരും സാലിയും ഒക്കെ കൂടി വന്നിട്ട് എനിക്ക് തീരെ വയ്യ. ഞാൻ ഇരിക്കണത് രാജാവായിട്ട് ഇരിക്കല്ല, നിൽക്കാൻ വയ്യായിട്ടാണ് ഇരിക്കണത്. നമുക്ക് വയ്യ ഒന്നും. പിന്നെ ഇപ്പം താ ഓരോരുത്തരും നിർബന്ധിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മളെ അവസ്ഥ ഒന്നും ഓൽക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ കുത്തുബിയത്തിനെ മാത്രം പറയുമ്പോൾ പിന്നെ നമ്മളെടുത്തേക്ക് വരിക കുത്തുബിയത്തിൽ തരുന്നുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. ഒരു മനുഷ്യൻ്റെ കുത്തുബിയത്തിന് ഞാൻ വരൂല, എന്നെ കൊണ്ടാവില്ല.